KPA മജീദ്, മുസ്ലിം ലീഗ് നേതാവ് നമ്മോടൊപ്പം ഉണ്ട്. KPA മജീദ് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. എങ്ങനെയാണ് മുസ്ലിം ലീഗ് അതിനോട് പ്രതികരിക്കുന്നത്? പ്രതിപക്ഷ കക്ഷി നേതാക്കന്മാർക്കെതിരെ നിരന്തരമായി കേസെടുക്കുക എന്നതാണ് സമീപകാലത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലായിടങ്ങളിലും പ്രതിപക്ഷ കക്ഷി നേതാക്കന്മാരെ തെരഞ്ഞുപിടിച്ച് AD-യുടെയും അതുപോലെ ടാക്സ് ഡിപ്പാർട്ട്മെന്റ് എല്ലാമുള്ള അന്വേഷണം CBI അന്വേഷണം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ ഒരു BJP നേതാവിനെതിരെ അന്വേഷണമില്ല. ആരെങ്കിലും അന്വേഷണത്തിന് ഗവൺമെന്റ് മുന്നോട്ട് വന്നാൽ അവരപ്പോ BJP-യിലേക്ക് ചേർന്ന് അത് ഒഴിവാക്കാൻ വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും ഇന്ത്യയിൽ നടക്കുന്ന ഈ സംഭവം എന്ന് പറഞ്ഞാൽ വലിയ ഫാഷിസത്തിന്റെ ഒരു ഏറ്റവും മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇതൊക്കെ പോന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ജനാധിപത്യത്തെ കൊല ചെയ്യുകയാണ്, ജനാധിപത്യ അവകാശങ്ങളെ ഹനിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് നിഷ്പക്ഷമായി നടത്താൻ സാധ്യമാകില്ല എന്നതിന്റെ ഒരു തെളിവാണ് കെജ്രിവാളിനെ സംബന്ധിച്ച് ഇപ്പോൾ വന്നിട്ടുള്ള ഈ അതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് താങ്കൾ മുന്നോട്ട് വെക്കുന്നത് KPA മജീദ്. അതായത് തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തിരിക്കുമ്പോഴാണ് ഇന്ത്യ ബ്ലോക്കിലെ 2 മുഖ്യമന്ത്രിമാരെ, ഹേമന്ത് സോറനെയും ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിനെയും അറസ്റ്റ് ചെയ്ത് ജയിലിലിടുന്നത്. ഇത് മാത്രമായിരിക്കില്ല, അതായത് അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ തടസ്സപ്പെടുത്തുക എന്നുള്ളതാണ് നരേന്ദ്രമോദി ഉദ്ദേശിക്കുന്നതെന്നാണല്ലോ താങ്കളുടെ ഉത്തരത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കേണ്ടത്. ഇത് മാത്രമായിരിക്കില്ല BJP-യുടെ സ്ട്രാറ്റജി, അതിനപ്പുറത്തേക്ക് തെരഞ്ഞെടുപ്പ് ആകെ അട്ടിമറിക്കൂ എന്നാണ് മുസ്ലിം ലീഗ് ആശങ്കപ്പെടുന്നത്. തീർച്ചയായും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾക്കിടയിൽ തന്നെ ആരൊക്കെയാണ് അറസ്റ്റ് ചെയ്യുക എന്ന് പറയാൻ പറ്റില്ല. ഒരിക്കലും നീതിയുക്തമായ നിഷ്പക്ഷമായ ഒരു തെരഞ്ഞെടുപ്പ് ഇന്ത്യ ഉണ്ടാകുമെന്ന പ്രതീക്ഷ എനിക്കില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷന് വരെ ആ രീതിയിലേക്ക് സ്വാധീനിക്കുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ട് കാണുന്നത്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്ന മുമ്പായി തന്നെ എവിടെയെല്ലാം പരാജയ ഭീതിയുണ്ട് അവിടെയെല്ലാം തന്നെയും ഇതുപോലെ CBI മറ്റ് അന്വേഷണ ഏജൻസികൾ വന്ന് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി പ്രചരണ പരിപാടികളെ തടസ്സപ്പെടുത്താനാണ് സ്വാഭാവികമായി ശ്രമിക്കുക എന്നാണ് ഞാൻ ആശങ്ക. ഇവിടെ BJP-ക്ക് അപ്രതീക്ഷിതമായി കുറെ തിരിച്ചടിയുണ്ട്. ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ടിന്റെ കാര്യം താങ്കൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് വളരെ വിശദമായി ചർച്ച ചെയ്യുകയായിരുന്നു. ഇലക്ട്രൽ ബോണ്ടിൽ സർക്കാർ ആഗ്രഹിക്കാത്തൊരു വിധിന്യായമുണ്ടായി. അപ്പോഴാണ് നരേന്ദ്രമോദി പരോക്ഷമായി സുപ്രീം കോടതിയെ തന്നെ വിമർശിക്കുന്നത്. കുചേലിന് ഇന്നത്തെ കാലത്തായിരുന്നു ശ്രീകൃഷ്ണൻ കുചേലൻ ഇന്നത്തെ കാലത്തായിരുന്നു അവല് കൊണ്ട് കൊടുത്തിരുന്നതെങ്കിൽ അത് അഴിമതിയായി പറയുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് സുപ്രീം കോടതിയെ വിമർശിക്കുകയാണ്. പക്ഷേ സുപ്രീം കോടതി വളരെ മുന്നോട്ട് പോയി. സുപ്രീം കോടതി അതിൻ്റെ യുണീക്ക് നമ്പർ പോലും നൽകാൻ SBI-യോട് പറയുകയും SBI ഇന്നത് കൈമാറുകയും അത് ഇലക്ഷൻ കമ്മീഷൻ അവരുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്യുന്ന സമയത്താണ് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട നീക്കം. നോക്കൂ, നിങ്ങൾ മുസ്ലിം ലീഗാണല്ലോ ലീഡ് ഹർജി നൽകിയിരിക്കുന്നത് CAയുടെ കാര്യത്തിൽ. CAയുടെ കാര്യത്തിനകത്തും സാങ്കേതികമായി അത് സ്റ്റേ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സ്റ്റേ ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ സുപ്രീം കോടതി ഒരു പുതിയ ഒരാൾക്ക് പൗരത്വം നൽകില്ല എന്ന് ഉറപ്പുവരുത്തുന്ന ഘട്ടം വരെ മാത്രമേ ഈ പറയുന്ന സ്റ്റേ ഇല്ലാത്ത അവസ്ഥയുള്ളൂ. ആ ഘട്ടത്തിൽ വേണമെങ്കിൽ മുസ്ലിം ലീഗ് അടക്കമുള്ള ഹർജിക്കാർക്ക് വരാം എന്ന് പറയുന്നതിലൂടെ അതും യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി സർക്കാരിന് ഹിതകരമല്ല. ഇത്തരം വിഷയങ്ങൾ മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലാണ് KPA മജീദ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് ഉണ്ടാകുന്നത് എന്നുള്ളത് എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത്? ഈ ജുഡീഷ്യറിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ സുപ്രീം കോടതി വന്നിട്ടുള്ള 1-2 ജഡ്ജ്മെന്റാണ് ആശാവഹമായിട്ടുള്ളത്. നമുക്ക് എത്തിച്ചേരാനുള്ള അവസാനത്തിൽ അത്താണിയാണ് ജുഡീഷ്യറി എന്ന് പറയുന്നത്. എന്നാൽ ജുഡീഷ്യറിയെ തന്നെ സ്വാധീനിക്കാനുള്ള ഇപ്പൊ ചെയ്യുന്നത്. കാരണം ഉന്നതമായിട്ടുള്ള ജഡ്ജിമാർ തന്നെ സേവനം അവസാനിപ്പിച്ച് BJP പാളയത്തിൽ പോയി സ്ഥാനാർത്ഥിയാകുന്നത് കാണുന്നു. അതുപോലെ തന്നെ ഇപ്പൊ ഗ്യാൻവാപ്പി മസ്ജിദിന്റെ കേസാണെങ്കിൽ പിരിയാൻ നേരത്ത് പെൻഷൻ പറ്റുന്ന ജഡ്ജി അവിടെ പൂജയ്ക്ക് അനുവാദം കൊടുക്കുന്നു. എത്രമാത്രം ജഡ്ജിമാരും ജുഡീഷ്യറിയും സ്വാധീനിക്കാൻ കഴിയുമോ അതെല്ലാം ഗവൺമെന്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ സുപ്രീം കോടതിയിലെ 1-2 കാര്യങ്ങളിൽ അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത രീതിയിൽ കാര്യങ്ങൾ വന്നു. സുപ്രീം കോടതി ജനാധിപത്യപരമായിട്ടും നിലപാട് സ്വീകരിച്ചു. അതിനെയും പരോക്ഷമായി വിമർശിക്കുകയാണ് പ്രധാനമന്ത്രി ചെയ്തിട്ടുള്ളത്. അതാ പറഞ്ഞ ജനാധിപത്യത്തെയും ജനാധിപത്യ സംവിധാനങ്ങളെയും ഭരണഘടനാ സ്ഥാപനങ്ങളെല്ലാം തന്നെയും മോശമാക്കി കാണിക്കുന്ന, അതിനൊക്കെ വില കുറച്ച് കാണിക്കുന്ന, നിർവീര്യമാക്കുന്ന നിലപാടാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് നമുക്ക് ഭയാനകമായ ഒരു സാഹചര്യമായി എനിക്ക് തോന്നുന്നത്. റൈറ്റ്, വളരെ നന്ദി KPA മജീദ്, മുസ്ലിം ലീഗ് നേതാവ്, ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന്.